നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്കൂളിൽ നിന്ന് ചാടിപ്പോയ പിള്ളേരല്ലേ, അച്ഛനമ്മമാരൊക്കെ അന്വേഷിച്ച് വലയുന്നുണ്ടാവും. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങളെ. ആയിക്കോട്ടെ. പണം ഞാൻ ഫോണിലേക്ക് അയക്കാം. ആ നമ്പർ ഒന്ന് തന്നിരുന്നെങ്കിൽ. അതൊന്നും വേണ്ട മോളെ, ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ടല്ലേ, പ്രതിഫലം ഒന്നും വേണ്ട. വളരെ ഉപകാരം അങ്ങളെ. ആന്റി, ആ പടം ഒന്ന് കാണിച്ചേ. പടമൊന്നും കാണാൻ സമയമില്ല. നീ ആ പടത്തിന്റെ മുമ്പിൽ താളം ചവിട്ടാതെ നീ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിയിരിക്കണം. കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിറ്റപ്പ, ഇതെങ്ങനെ? എടി, ഇത് ഇങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിന്റെ ചിറ്റപ്പൻ ആ പടം വാങ്ങിച്ച് കീറിക്കളഞ്ഞത്. ആ നരന്തുകളെ അന്വേഷിച്ച് കിടക്കുന്ന ആരെയാണെന്ന് അറിയോ നിനക്ക്? അവരെ കൂട്ടത്തിൽ പഠിക്കുന്ന കൊച്ചിനെയൊന്നും അല്ല, ശാലിനിയെ. ശാലിനിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടി, ആ ശ്യാമയുടെ കൊച്ചില്ലേ പപ്പി, അവൾക്ക് അവളുടെ വല്യച്ഛന്റെ ഭാര്യയെ, അതായത് വിഷ്ണുവിന്റെ ഭാര്യയെ ശാലിനിയെ കണ്ടതായിട്ടേ ഓർമ്മയില്ല. അവളാണെങ്കിൽ വിഷ്ണുവിനെയും അവളുടെ ചേച്ചിയമ്മയെ ഒന്നിപ്പിച്ച് അടങ്ങുമെന്ന് ശപഥം ചെയ്ത മട്ട. ആ നരുന്തോ? അതേടി. എടി, പപ്പിക്ക് ശാലിനിയെ കണ്ടുപിടിക്കണമെങ്കിൽ അവളെ മുഖപരിചയം വേണ്ടേ? അതിനുള്ളൊരു ഫോട്ടോ പോലും ഇല്ല സത്യഭാമയുടെ വീട്ടിൽ. അതുകൊണ്ട് വിഷ്ണുവിന്റെ കയ്യിലുണ്ടായിരുന്ന ശാലിനിയുടെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോയും കൊണ്ട് ഇറങ്ങിയിരിക്കുക രണ്ടും. അയ്യോ, തന്റെ ചേച്ചിയമ്മ ശാലിനിയാണെന്ന് മനസ്സിലായ പപ്പി അവളെ വിഷ്ണുവേട്ടന് കാണിച്ചു കൊടുക്കില്ലേ? കാണിച്ചു കൊടുക്കും. അപ്പോ ഭാമാന്റി പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ശാലിനി അവർക്ക് മുന്നിൽ കൊണ്ട് നിർത്തും വിഷ്ണുവേട്ടൻ. സംശയം തോടി. എന്നിട്ട് ഭാമാന്റിയുടെ സമ്മതത്തോടെ തന്നെ വിഷ്ണുവേട്ടന് ശാലിനി സുഖമായിട്ട് ജീവിക്കോ? മിക്കവാറും. അപ്പൊ നമ്മള് മധുശ്രീയെ കൊണ്ട് വിഷ്ണുവേട്ടന്റെ ജീവിതം കുത്തിക്കൊളം തോണ്ടിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നത്? അതൊക്കെ മലപ്പൊടിക്കാരന്റെ സ്വപ്നം. ഇങ്ങനെ താഴെകുഴമ്പ വർത്താനം പറയാതെ നമ്മൾ ഓരോന്നൊരുമിച്ച് പ്ലാൻ ചെയ്തിട്ട്. എടി, നമ്മൾ ഒരുമിച്ച് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് അഴകുഴമ്പ പരിപാടി കാണിക്കാൻ നീയല്ലടി. ചിറ്റപ്പ, എടി, ആ കുട്ടികൾ കാണാതെ പടം വലച്ചു കയറി കാണാൻ ഞാനല്ലടി. എന്നിട്ട് നീ ആ കുട്ടികളെ പൊക്കെടുത്ത് മീൻപാറ കൊണ്ടുപോയി ശാലിനിയുടെ പടം വരച്ചു കൊടുപ്പിക്കുന്നു. അബദ്ധം പറ്റിപ്പോയി. ഇനി ഊരാനുള്ള വഴി കൂടെ പറഞ്ഞതാ. എടി, ഇതുവരെ ആ കുട്ടികളെ ശാലിനിയുടെ പടം കണ്ടിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇല്ല. ഇനി ഇതിന്ന് ഒരാളെ പണി അറിഞ്ഞുണ്ടെങ്കിൽ പോയി കെട്ടി നോക്കി ചാവടി. ഹലോ ഹലോ ചിറ്റപ്പ. ചിറ്റപ്പൻ എന്താ ഉദ്ദേശിച്ചത്? കഴിഞ്ഞോ? കഴിയുന്നു. കഴിഞ്ഞോ അങ്കിൾ? ഇല്ലില്ല, കഴിയുന്നതേ ഉള്ളൂ. നിങ്ങൾ അവിടെ ഇരിക്ക. സാർ, ഞാൻ മീൻപാറയില്ല സാറേ. കഴിഞ്ഞില്ലേ ആന്റി? കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് പോണം. പടം എടുത്തോ?
ആ എടുത്തങ്ങളെ ഏതാണ്ട് കംപ്ലീറ്റ് ആയില്ലേ? ഞങ്ങൾക്കിനി ഒരുപാട് ദൂരം ഓടിയെത്താനുള്ളതാ. ആ സ്കൂളിൽ നിന്ന് ചാടിപ്പോയ പിള്ളേരല്ലേ, അച്ഛനമ്മമാരൊക്കെ അന്വേഷിച്ച് വലയുന്നുണ്ടാവും. ആ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങളെ. ആയിക്കോട്ടെ. ആ പണം ഞാൻ ഫോണിലേക്ക് അയക്കാം. ആ നമ്പർ ഒന്ന് തന്നിരുന്നെങ്കിൽ. ആ അതൊന്നും വേണ്ട മോളെ, ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, പ്രതിഫലം ഒന്നും വേണ്ട. ആ വളരെ ഉപകാരം അങ്ങളെ. ആ ആന്റി ആ പടം ഒന്ന് കാണിച്ചേ. ആ പടമൊന്നും കാണാൻ സമയമായില്ല. ഇനി നിന്നാലേ ഇരുട്ടാവും, യാത്ര വലിയ ബുദ്ധിമുട്ടാവും. നമുക്ക് പടമൊക്കെ കാറിലിരുന്ന് വിശാലമായിട്ട് കാണാം. വാ പോവാ, വേഗം ഇറങ്ങ് വാ. ആ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ വനത്തിലൂടെയുള്ള വഴി പിടിച്ചാൽ മതി, ഷോർട്ട് കട്ടാ. ഇവിടുന്ന് നേരെ പോയിട്ട് ആദ്യം ഇടത്തോട്ടുള്ള റോഡ് വഴി തിരിയണം. പിന്നെ കാണുന്ന വലത്തെ റോഡ് വഴി തിരിഞ്ഞാ പെട്ടെന്ന് ടൗണിലെത്താം. ആ താങ്ക്സ് അങ്കിളെ. ആ വാ വാ വേഗം വാ. വാ 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 വാ. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ എന്ത് നല്ല മനസ്സലിവുള്ള കുട്ടിയാ. രണ്ട് കുട്ടികളുടെ പ്രശ്നത്തിന് അവരെ കയ്യും മെയ്യും മറന്ന് സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? ആരാ പറഞ്ഞത് ഈ ലോകത്തിൽ നിന്ന് നന്മ അസ്തമിച്ചു എന്ന്? The subscriber you are calling is switched off. സത്യം മോളെ പ്ലീസ് ഫോണൊന്ന് ഓണാക്ക്. അത് നമ്മൾ കാണിക്കുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. ഫോൺ സിഗ്നൽ കിട്ടുന്നുണ്ടോ? എവിടുന്ന്? ഫോൺ ഓണായ ദേ ഇവിടെ പച്ച ലൈറ്റ് തെളിയും. സത്യ സമയം എന്തായി അറിയില്ല. സ്കൂളിൽ വിടുന്നതിന് മുമ്പേ നമ്മൾ എത്തില്ലേ? എത്തുമായിരിക്കും. സത്യയുടെ ഫോൺ ഓണാക്കിയ സമയം അറിയാലോ. അപ്പൊ ഈ ആന്റി പറഞ്ഞ പോലെ നമ്മൾ എവിടെയാന്ന് അറിയില്ലേ പപ്പി? അതിന് നമ്മൾ സ്കൂളിൽ നിന്ന് പോയ കാര്യം അത് ആർക്കും അറിയില്ലല്ലോ സത്യേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.